തന്നിമുട്ടിൽ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ വാഹനം നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അപകടത്തിൽ വീട് ഭാഗികമായി തകർന്നിരുന്നു. വിവരങ്ങളുമായി അനീഷ് ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ വാഹനം ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചു എന്നറിയാൻ കഴിയുന്നു. കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യത്തിലടക്കം നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ? നിതിൻ, ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും മെറ്റൽ കയറ്റി വന്ന, റോഡ് പണിക്കായി മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. വീട് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴെന്താണെങ്കിലും വാഹനം നീക്കുന്നതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. വാഹനം അവിടെ തന്നെ പാർക്ക് ചെയ്യുവാനാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാരം നൽകുന്ന ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ തകർന്ന വീടിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചു നൽകാമെന്ന് കരാറുകാരൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. പണികൾ തുടങ്ങിയ ശേഷമായിരിക്കും ഈ വീട്ടുമുറ്റത്തു നിന്നും വാഹനം മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് വീട്ടുടമ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ വീടിന് സമീപത്തുള്ള മറ്റൊരു ഷെഡും തകർന്നിട്ടുണ്ട്. ഇവയടക്കമായിരിക്കും നിർമ്മിച്ചു നൽകുകയെന്നാണ് വിവരം. എന്താണെങ്കിലും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോഴും മേഖലയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം എന്താണെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം, പണികൾ ആരംഭിച്ച ശേഷമായിരിക്കും മാറ്റുക. എന്താണെങ്കിലും ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയം വീടിനുള്ളിൽ ആരും ഇല്ലായിരുന്നു. അതിനാൽ തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത് എന്നുള്ളതാണ്. ആ ഒരു ആശ്വാസത്തിലാണ് നാട്ടുകാരും ഉള്ളത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ.